സെവൻത്ത് സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ, വൻകരകൾ, കരയുടെ കഷ്ണങ്ങൾ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങളും വിശാലമായ സമതലങ്ങളും വിസ്തൃതമായ മരുഭൂമികളും പീഠഭൂമികളും ഇങ്ങനെയൊക്കെയുള്ള ഭൂരൂപങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഭൂഖണ്ഡങ്ങളും സമുദ്രവും എന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഭൂഖണ്ഡങ്ങൾ നമുക്കുള്ള ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ. ഇങ്ങനെ ഭൂഖണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സമുദ്രങ്ങൾ പസഫിക് മഹാസമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ഇനി ഭൂഖണ്ഡം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ സബ് കോണ്ടിനെന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. പാകിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാൽ അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടു. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉത്തര മഹാസമതലങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഉത്തര മഹാസമതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ്, നിരപ്പായ ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധമാണ് ഉത്തര മഹാസമതലം. പിന്നെ ജനനിബിഡമാണ് ഉത്തര മഹാസമതലം.
ഉത്തര മഹാസമതലത്തിൻ്റെ തെക്കുഭാഗം പീഠഭൂമിയാണ്. ഇന്ത്യൻ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് ഈ പീഠഭൂമി കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. അപ്പോൾ നമ്മൾ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, താർ മരുഭൂമി ഇതൊക്കെ എന്താന്നുള്ള ഒരു ചെറിയ ഡിസ്കഷൻ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിട്ടുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപസമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഇനി സൂര്യൻ്റെ അയനം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിന് കാരണം. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായി മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്താണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ വരുന്നത്. ഇനി ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ച് ഉയരുകയും അവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, കാറ്റ് ഇവയൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം, ഭൂപ്രകൃതി, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്കിരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലെ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിൽ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ഒരു
അനുജത്തിക്ക് എഴുതുന്ന ഒരു ഡയറിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാറിൽ ടൂറ് പോയ ദിയ എന്ന പെൺകുട്ടി എഴുതുന്ന ഒരു ഡയറിയൊക്കെയാണ്, അനിയത്തിക്ക് എഴുതുന്ന ഡയറിയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലുള്ള കാലാവസ്ഥയിലുള്ള വൈവിധ്യമൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങളിൽ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വതനിരയുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായി. പർവ്വതങ്ങളുടെ സ്വാധീനം. മഴനിഴൽ പ്രദേശങ്ങൾ റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് മഴ കുറവായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നുപോകുന്നു. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയല്ല. പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഉത്തര സമതലത്തിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവക്കനുസൃതമായി അതാതിടങ്ങളിൽ ജനങ്ങളുടെ കൃഷി, ആഹാരം, വസ്ത്രധാരണം, ആചാരം, ആഘോഷം തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിരിക്കണം. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്കനുയോജ്യമല്ലാതെയാവുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന വിള. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നു. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നു. ഇനി ഒരു പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ വിള, ജലത്തിൻ്റെ ആവശ്യകത, വിത്ത് വിതക്കുന്ന മാസം, വിളവെടുക്കുന്ന മാസം. നെല്ല് എന്ന വിളക്ക് ധാരാളം ജലം ആവശ്യമാണ്. ജൂണിൽ വിത്ത് വിതച്ചിട്ട് സെപ്റ്റംബറിൽ വിളവെടുക്കുന്നു. ജൂൺ ടു സെപ്റ്റംബർ നെല്ല്. ഇനി ഗോതമ്പിന് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബറിൽ വിത്ത് വിതച്ച് മാർച്ചിൽ വിളവെടുക്കുന്നു. ഒക്ടോബർ ടു മാർച്ച് ഗോതമ്പ്. തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. തണ്ണിമത്തന് ഏപ്രിൽ മാസത്തിൽ വിത്ത് വിതച്ച് ജൂൺ മാസത്തിൽ തണ്ണിമത്തൻ്റെ വിളവെടുക്കുന്നു. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഓരോ വിളയും വിതക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് വിളിക്കുന്നു. ഖാരിഫ്, റാബി, സെയ്ദ് ഇവയാണ് കാർഷിക കാലങ്ങൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നീ കൃഷികൾ ചെയ്യുന്നു.
തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗം, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ. തണ്ണിമത്തന്, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ തുടങ്ങിയ വിളകളാണ് ഈ സെയ്ദ് കാലത്ത് ചെയ്യുന്നത്. ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇനി ഭക്ഷ്യവിള. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയർവർഗ്ഗങ്ങളെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. മൃദുധാന്യങ്ങളാണ് നെല്ല്, ഗോതമ്പ്. പരുക്കൻ ധാന്യങ്ങൾ ബജ്ര, ചോളം, റാഗി. പയറ്, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. പയറ്, തുവര. ഇനി നാണ്യവിളകൾ. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകളിലെ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരു എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരു നാണ്യവിളകളാണ്. പരുത്തി, ചണം ഇവയാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിള. പരുത്തി, ചണം. തുണിത്തരങ്ങൾ, ബാഗ്, ചാക്ക് തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗം, സോയാബീൻ, സൂര്യകാന്തി. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത കൃഷി, ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ കൃഷിരീതികൾ എന്തൊക്കെയെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ SCERT വീഡിയോകൾക്ക്, SCERT ചാപ്റ്ററുകൾക്ക് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.